പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. ചക്രവർത്തിയുടെ നിയോഗമനുസരിച്ച് വായുപുത്രൻ ശൂരന്മാരായ കുരങ്ങന്മാരെ എല്ലാ ദിക്കുകളിലേക്കും അടുത്ത ക്ഷണത്തിൽ അയച്ചു. പക്ഷിമാർഗം, നക്ഷത്രമണ്ഡലം, ആകാശദേശം തുടങ്ങിയവയാണ് മർക്കട സൈന്യത്തിൻ്റെ മാർഗങ്ങൾ. നിമിഷം പ്രതി വാനര സൈന്യം കിഷ്കിന്ധയിൽ എത്തിത്തുടങ്ങി. പർവ്വതങ്ങളിൽ, കടൽ തീരങ്ങളിൽ, മഹാരണ്യങ്ങളിൽ, പൊയ്കത്തടങ്ങളിൽ വസിക്കുന്ന വാനരന്മാർ ശ്രീരാമ കാര്യാർത്ഥമായി എത്തുവാനുള്ള രാജകൽപ്പന ശിരസാവഹിച്ചു. അന്തകതുല്യനായ മന്നോർമന്നവൻ സുഗ്രീവന്റെയാണ് ആജ്ഞ എന്നറിഞ്ഞപ്പോൾ തന്നെ ഭയപ്പെട്ട സർവ്വകവികളും പുറപ്പെട്ടു കഴിഞ്ഞു. അഞ്ജനശൈലത്തിൽ നിന്ന് അതിവേഗതയുള്ള 3 കോടി പേർ ശ്രീരാമ സന്നിധിയിലേക്ക് ഓടിക്കഴിഞ്ഞു. അസ്തമനാദ്രിയിൽ നിന്ന് സ്വർണവർണ്ണത്തോടുകൂടിയ പ്ലവങ്ക പട 10 കോടി, കൈലാസാദ്രിയിൽ വസിക്കുന്ന സിംഹകേസര നിറമാർന്ന അനേകം 1000 കോടി പടകൾ, ഹിമവൽ സാനുക്കളിൽ ഫലമൂലാദികൾ ഭക്ഷിച്ച് സസുഖം വിഹരിക്കുന്ന 1000 കോടി വാനരവീരന്മാർ, അഗ്നിതുല്യവർണ്ണ ദേഹത്തോടു കൂടിയവരും ഭീമകർമ്മ നിരതരും ബിന്ദിനിൽ വസിക്കുന്നവരുമായ 1000 കോടി കവികൾ, പാലാഴിയുടെ തീരത്തിലുള്ള പച്ചിലക്കാടുകളിൽ നാളികേരം ഭുജിച്ച് ജീവിക്കുന്ന എണ്ണിയാൽ അവസാനിക്കാത്ത മർക്കടത്താന്മാർ, ഇങ്ങനെ നദി ഗുഹാടവകളിൽ നിന്നും സൂര്യനെ സ്പർശിക്കുന്ന തരത്തിൽ കിഷ്കിന്ധയിലേക്ക് വാനരപ്പട പരന്നൊഴുകുകയാണ്. സൈന്യ സജ്ജീകരണത്തിന് സന്ദേശവാഹകരായി പോയിരുന്നവർ മാമരങ്ങളിൽ ഇടതിങ്ങുന്ന കൈലാസ ശിഖരം കണ്ടു. അവർ പോകുന്ന വഴിക്കുള്ളവരെല്ലാം സുഗ്രീവ സമീപത്തിലേക്ക് പോയി കഴിഞ്ഞിരുന്നു. ആ പുണ്യഗിരിയിൽ വെച്ച് മഹാദേവ സംബന്ധിയായൊരു മഹായജ്ഞം നടത്തിയിരുന്നു. സർവ്വദേവന്മാർക്കും സംതൃപ്തി അരുളിയ ദിവ്യവും മനോജ്ഞവുമായ യാഗസന്ദർഭത്തിൽ ഉണ്ടാക്കിയിരുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്ന് പലതരത്തിലുള്ള ഫലമൂലങ്ങൾ അമൃത പോലെ സ്വാധീന വാനരന്മാർ കണ്ടു. യാഗാന്നത്തിൽ നിന്ന് സമുദ്ഭവിച്ച കായ്കനികൾ ഒരാൾ ഭക്ഷിച്ചാൽ അയാൾക്ക് 1 മാസം വിശപ്പ് ഉണ്ടാവുകയില്ല. ദിവ്യങ്ങളായ അത്തരം കായ്ക്കിഴങ്ങുകളും പല പല ശ്രേഷ്ഠ ഔഷധികളും കവിവര്യന്മാർ സംഭരിച്ചു. യാഗശാല ഉണ്ടായിരുന്ന സ്ഥലത്ത് നിൽക്കുന്ന സുഗന്ധപൂരിതങ്ങളായ നാനാവർണ്ണ കുസുമങ്ങളെയും രാജഹിതത്തിനു വേണ്ടി അവർ സംഭരിച്ചു. എല്ലാവരെയും വിളിച്ചുകൂട്ടി കൽപ്പന അറിയിച്ചു. അല്പസമയം കൊണ്ട് സർവ്വസൈന്യങ്ങളെയും പിന്നിട്ട് ആ ശീഘ്രഗാമികൾ കിഷ്കിന്ധയിലെത്തി. കൊണ്ടുവന്ന ഔഷധാദികൾ സുഗ്രീവ പുരോഭാഗത്തിൽ ഉപഹാരമായി സമർപ്പിച്ച് സവിനയം മഹാപ്രഭുവായ രാജരാജേന്ദ്ര, ഗിരികൾ, അരണ്യങ്ങൾ, സമുദ്രങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം ഞങ്ങൾ പോയി അവിടുത്തെ ആജ്ഞ ശിരസാവഹിച്ച വാനരന്മാർ എല്ലാവരെയും കൊണ്ടുവരുന്നുണ്ട്. സന്തുഷ്ടമാനസനായ സുഗ്രീവൻ അവർ കൊണ്ടുവന്ന തിരുമുൽ കാഴ്ചകളെല്ലാം സസ്നേഹം സ്വീകരിച്ചു. തൻ്റെ വരുതിപ്രകാരം കടമകളെല്ലാം അതിവേഗത്തിൽ ചെയ്ത് മടങ്ങിയെത്തിയ വാനരന്മാരുടെ ഉപഹാരങ്ങൾ, മധുരഭാഷണങ്ങൾ കൊണ്ടവരെ തൃപ്തിപ്പെടുത്തിയിട്ടാണ് കപീന്ദ്രൻ എടുത്തത്. അതിപരാക്രമശാലികളായ അവരെയെല്ലാം വിശ്രമിക്കുവാൻ അയച്ച സുഗ്രീവൻ ശ്രീരാമനും താനും കൃതാർത്ഥരായെന്ന് വിചാരിച്ചു. ഭീമബലവാനും വാനരസത്തമനുമായ സൂര്യസുതനോട് അത്യധികം ആനന്ദമേകത്തക്ക വിധം ലക്ഷ്മണൻ സൗമ്യമായി, ശാന്തനായ കപീശ്വര, സമ്മതമാണെങ്കിൽ കിഷ്കിന്ധ നഗരിയിൽ നിന്ന് പുറത്തേക്ക് പോകാം. ആ മധുരവാക്കുകൾ സുഗ്രീവനെ തികച്ചും സംപ്രീതനാക്കി. ഉത്തരം പറഞ്ഞു, അതെ, നമുക്ക് പോകാം. കുമാരൻ്റെ ഏതു കൽപ്പനയും അനുസരിക്കുന്നവനാണ് ഞാൻ. താര തുടങ്ങിയ കാമിനീരത്നങ്ങളെ അന്തപുരത്തിലേക്ക് പറഞ്ഞയച്ചു. ആരവിടെ? സുഗ്രീവൻ ഉച്ചത്തിൽ വിളിച്ചു. രാജതാരങ്ങളെ കാണുവാൻ അർഹതയുള്ള വീരവാനരന്മാർ തൊഴുതുകൊണ്ട് രാജപുരോഭാഗത്തിൽ പെട്ടെന്നെത്തി. എൻ്റെ പല്ലക്ക് വേഗത്തിൽ കൊണ്ടുവരുവിൻ. സുഗ്രീവന്റെ അരുളപ്പാട് കേട്ട കവികൾ ആനന്ദസന്ദായകമായ ആ വാഹനം ക്ഷണത്തിൽ കൊണ്ടുവന്നു. കപീശ്വരൻ സവിനയം കുമാരന്റെ അടുത്തു ചെന്ന്, കുമാര, വേഗത്തിൽ കയറാം എന്ന് പറഞ്ഞ് സൗമിത്രിയും ഒന്നിച്ച് പല്ലക്കിലേറി. കനകനിർമ്മിതമായ ആ വാഹനത്തിൽ വെൺകൊറ്റ കുടയ്ക്കു കീഴിൽ വീശിക്കൊണ്ടിരിക്കുന്ന ചാമരങ്ങളുടെ മധ്യത്തിൽ ലക്ഷ്മണനും സുഗ്രീവനും ഇരുന്നു. മഹാശക്തന്മാരായ മർക്കടന്മാർ വാഹനമെടുത്ത് ചുമലിൽ വെച്ചു. ശംഖനാദം ഉയർന്നു. ധേരീ ശബ്ദം മുഴങ്ങി. സ്തുതിപാഠകന്മാർ ആലാപം തുടങ്ങി. ഇങ്ങനെ രാജശ്രീയാർന്ന സുഗ്രീവൻ അരമനയിൽ നിന്ന് പുറപ്പെട്ടപ്പോഴേക്കും ഘോരരൂപികളായ വാനരന്മാർ നിശിതായുധങ്ങൾ ധരിച്ച് മുന്നിലും പിന്നിലും അണിനിരന്നു കഴിഞ്ഞു. ശ്രീരാമസവിധത്തിലേക്ക് യാത്ര തുടർന്നു. രഘുവീരൻ വസിക്കുന്ന പുണ്യപ്രദേശത്തിൻ്റെ സമീപത്തിലെത്തിയപ്പോൾ പല്ലക്കിൽ നിന്ന് കവിപ്രമുഖൻ ലക്ഷ്മണനും ഒന്നിച്ച് ഇറങ്ങി. പതുക്കെ പതുക്കെ ശ്രീരാമസന്നിധിയിലേക്ക് അഞ്ജലി കൂപ്പി അടുത്തു. അതു കണ്ട കവിസൈന്യങ്ങളെല്ലാം തലയ്ക്ക് മുകളിൽ തൊഴുകൈയോടെ നിന്നു. താമരപ്പൂ മുട്ടുകൾ നിറഞ്ഞൊരു സരസ് എന്ന പോലെയായി ശ്രീരാമചന്ദ്ര പരിസരം. അപാരമായി നിൽക്കുന്ന വാനര സൈന്യത്തെ കണ്ട കാകുത്സ്ഥൻ പ്രീതനായി. തൃക്കാൽക്കൽ വീണ സുഗ്രീവനെ എഴുന്നേൽപ്പിച്ച് സ്നേഹബഹുമാനങ്ങളോടെ ഗാഠഗാഠം പുണർന്ന് സമീപത്ത് പാർത്തലത്തിൽ പിടിച്ചിരുത്തി. ശേഷം ചരിതം നമുക്ക്
അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.